അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സുപ്രധാനമായ എല്ലാ ആളുകൾക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇനി പറയുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. സുന്നത്ത് നിസ്കാരവും അവയുടെ ശ്രേഷ്ഠതകളും എന്നതിൽ നിന്ന് 10ാമത്തെ ഭാഗമാണ് ഇത്. ഈ സുന്നത്ത് നിസ്കാരത്തിന്റെ പേര് സലാത്തുൽ ഹാജ, ഹാജത്ത് ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള സുന്നത്ത് നിസ്കാരം. അത് 2 റക്അത്താണ് കുറഞ്ഞത്, അധികരിച്ചത് 12 റക്അത്ത്. അങ്ങനെയുള്ള ഈ നിസ്കാരത്തിന്റെ തെളിവ് ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്നവര് പറയുകയാണ്, അന്ന റജുലൻ ഇഖ്തലഫ ഇലാ ഉസ്മാൻ ഫി ഹജത്തിൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരു പുരുഷൻ പല പ്രാവശ്യം പോയി, പക്ഷേ ഫലം യൽതഫിത് ഇലൈഹി, അയാളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഇബ്നു ഹുനൈഫ് എന്നവര് പറഞ്ഞു, നിങ്ങൾ വുളു എടുത്തുകൊണ്ട് പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കുക. പള്ളി എന്നതിന് നിബന്ധനയൊന്നുമില്ല, എവിടെങ്കിലും പോയിട്ട് 2 റക്അത്ത്. അങ്ങനെ നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജു ഇലൈക ബിനബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ റഹ്മ യാ മുഹമ്മദു ഇന്നി അതവജ്ജു ബിക ഇലാ റബ്ബി ഫയഖ്ലി ഹാജതി. ഇതാണ് പ്രാർത്ഥന. എന്താ പ്രാർത്ഥനയിലുള്ളത്? അല്ലാഹുവേ, ഞാൻ നിന്നിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നു, റഹ്മത്തിന്റെ പ്രവാചകരായ മുഹമ്മദ് നബിയെ കൊണ്ട്. മുഹമ്മദ് നബിയെ, ഞാൻ നിങ്ങളെ കൊണ്ട് എന്റെ റബ്ബിലേക്ക് മുന്നിടുന്നു, എന്റെ ആവശ്യം വീടി കിട്ടുന്നതിന് വേണ്ടി. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ ഒരു പ്രാർത്ഥനയും നടത്തിയാൽ നിങ്ങളുടെ ആവശ്യം നിർവഹിക്കും എന്ന് പറഞ്ഞു. അയാൾ അങ്ങനെ ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ചെന്ന ഉടനെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മൈൻഡ് ചെയ്തു, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുത്തു. തിരിച്ചു വരുമ്പോൾ മാനപ്പെട്ടവര് ഈ ഹുനൈഫ് എന്നവരെ കണ്ടുമുട്ടി അവരോട് പറയുന്നു, ജസാക്കല്ലാഹു ഖൈറ, നിങ്ങൾ അവരോട് സംസാരിച്ചത് കൊണ്ട് എന്റെ കാര്യം വളരെ ഗൗരവത്തിൽ അദ്ദേഹം എടുത്തു. ആ സമയത്ത് ഇബ്നു ഹുനൈഫ് പറയുകയാണ്, ഞാനൊന്നും സംസാരിച്ചിട്ടില്ല, നിങ്ങളെ കാര്യം സാധിപ്പിച്ചു തരണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ ഇരിക്കുമ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സഹാബി വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, റസൂലല്ലാഹ്, എന്റെ കൈ പിടിച്ചു കൊണ്ട് നടക്കാൻ ആളില്ല, ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ കണ്ണ് തിരിച്ചു കിട്ടാൻ, എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കണോ അതോ നിങ്ങൾ ക്ഷമിക്കുകയാണോ? ക്ഷമിച്ചാൽ വലിയ പ്രതിഫലമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വലിയ പ്രയാസം നേരിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് വുളു ചെയ്യുക, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക, ഈ പറഞ്ഞ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനാണ് കൽപ്പിച്ചത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, സലാത്തുൽ ഹാജത്താണ് ഈ നിസ്കാരം. ഇതാണ് സലാത്തുൽ ഹാജത്ത്. ഈ ഹദീസ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു എന്നും, പിന്നീട് അധികം താമസിക്കാതെ അദ്ദേഹം നല്ല കാഴ്ചയുള്ള കണ്ണുമായി വരുന്നത് ഞങ്ങൾ കണ്ടു എന്നുമുള്ള ഹദീസ് മാനപ്പെട്ട തബ്രാനി ഇമാം മുഅ്ജമുൽ കബീർ എന്ന കിതാബിൽ 8310 നമ്പർ ഹദീസായി, മാനപ്പെട്ട ഹക്കീം മുസ്തദ്റക് എന്ന കിതാബിൽ 1930 നമ്പർ ഹദീസായി റിപ്പോർട്ട് ചെയ്യുകയും ബുഖാരി ഇമാമിന്റെ നിബന്ധന അനുസരിച്ച് സഹിഹായ ഹദീസാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഉമാനപ്പെട്ട നസായി ഇമാം 10419 നമ്പർ ഹദീസായി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെയധികം മഹത്വമുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് ഈ സലാത്തുൽ ഹാജ. നമ്മൾ ഖുതുബത്തിന്റെ സമയത്തൊക്കെ നിസ്കരിക്കുന്ന നിസ്കാരമാണ് അത്. ഇത് മനസ്സിലാക്കി വെക്കണം എന്ന് ഉണർത്തുന്നു. ഇതോടുകൂടെ ഒരു നിസ്കാരം കൂടി പരിചയപ്പെടുത്തുകയാണ്. ഒരു 3 മിനിറ്റിന്റെ ഉള്ളിൽ കഴിയുന്ന ഒരു നിസ്കാരം.
അവ്വാബി നിസ്കാരം. ഗഫലത്ത് നിസ്കാരം എന്നതിന് പേരുണ്ട്. സലാത്തുൽ അവ്വാബീൻ, സലാത്തുൽ ഗഫലത്ത് എന്നൊക്കെ പേര് പറയും. മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം ഇശാ വരെയുള്ള സമയത്തിന്റെ ഇടയിലാണ് അത് നിസ്കരിക്കേണ്ടത്. 2 റക്അത്താണ് അതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത്. അതിൽ നിന്നൊരു മധ്യമായത് 6 റക്അത്തും അധികരിച്ചത് 20 റക്അത്തും. ഇത് മഗ്രിബിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തോട് കൂടെ കരുതിയാൽ കിട്ടുന്ന നിസ്കാരത്തിൽപ്പെട്ടതാ, തഹിയ്യത്ത് നിസ്കാരം പോലെ. പക്ഷെ ഔസത്തും അക്സറും കിട്ടുകയില്ല, അത് നിസ്കരിക്കുക തന്നെ വേണം. അതിന്റെ തലബ് ഇതുകൊണ്ട് സാക്കിത്താവും എന്നർത്ഥം. മഗ്രിബ് ഖളായി കഴിഞ്ഞാൽ ഇത് നഷ്ടപ്പെടും. നഷ്ടപ്പെട്ടാൽ ഖളാ വിട്ടൽ സുന്നത്തുള്ള നിസ്കാരത്തിൽപ്പെട്ടത് തന്നെയാണ് ഈ നിസ്കാരം. സലാത്തുൽ അവ്വാബീൻ എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അങ്ങനെ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്ത് ഫാത്തിഹയ്ക്ക് ശേഷം ഓതി പെട്ടെന്ന് നിസ്കരിക്കാവുന്ന നിസ്കാരമാണ് അത്. 6 റക്അത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ഔസത്തായത്. 2 റക്അത്ത് അല്ലെങ്കിൽ 20 റക്അത്ത് അതിൽ പൂർണ്ണമായതാണ് അവ്വാബി നിസ്കാരം എന്നാണ് ഇതിനെ പറയുക എന്ന് കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതും ഒരു അറിവ് എന്ന നിലയ്ക്ക് നിങ്ങളിലേക്ക് കൈമാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തുകളൊക്കെ നിർവഹിച്ച് ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഈ ചാനലിൽ അനേകം ആളുകളുണ്ട്, അവരൊക്കെ വിജയികളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കൊക്കെയും നമുക്കും അല്ലാഹു നൽകട്ടെ. മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് അവരെയും നമ്മയും ഒക്കെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അവരുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ അല്ലാഹു കാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.